നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പിന്റെ നടപടി. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ തനിക്കെതിരെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആരോപണങ്ങൾ MR അജിത് കുമാർ പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. എന്നാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരുടെ മൊഴികൾ തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ അജിത് കുമാറിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ അന്വേഷണ സംഘത്തിന് നൽകിയ നിർണായക മൊഴിയാണ് കേസിൽ അജിത് കുമാറിനെ പൂർണ്ണമായും കുടുക്കിയിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചത് അജിത് കുമാർ ആണെന്ന് SIമാർ മൊഴി നൽകിയിരുന്നു. ഇതിനു പുറമെ ആലപ്പുഴയിൽ നിന്നെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കേസ് ഡയറി വാങ്ങി പരിശോധിക്കാനും SIമാർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. കേസ് അട്ടിമറിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ പാകത്തിലുള്ള റഫർ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉത്തരവിട്ടതും അജിത് കുമാർ ആണെന്ന് ഗ്രേഡ് SIമാർ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. എന്തായാലും അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അഗ്നിരക്ഷാ വിഭാഗം മേധാവി നിതിൻ അഗർവാൾ ജൂലൈ 31 വിരമിക്കുമ്പോൾ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടി നേരിട്ടതിനാൽ DGP റാങ്കിലേക്കുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം അടക്കം മുടങ്ങും.